എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നെജിയെ കാണിക്കുന്നു. അവൻ എല്ലാവർക്കും വേണ്ടി ഇപ്പൊ കാവലിരിക്കുകയാണ്. അതേ സമയത്ത് കുട്ടപ്പന ടീംസ് ആവട്ടെ ഇവിടെ റെസ്റ്റ് എടുക്കുമ്പോ അമ്മൂമ്മയായിരിക്കും അവർക്ക് എല്ലാവർക്കും ഇപ്പൊ കാവലിരിക്കുക. അങ്ങനെ എല്ലാവരും കിടന്നുറങ്ങുമ്പോ ഇപ്പൊ അമ്മൂമ്മയാവട്ടെ നറൂട്ടോ കുട്ടപ്പനെ നോക്കൂ. കുട്ടപ്പന്റെ കിടപ്പും ഉറക്കവും ഒക്കെ കാണുമ്പോ അമ്മൂമ്മയ്ക്ക് ആളുടെ പേരമകനായിട്ടുള്ള സാസുരി ഓർമ്മ വരും. കട്ട് ചെയ്താ ഇവിടെ മൈകൈ ആള് റെസ്റ്റ് എടുത്തിട്ട് പറയും, ഞാനിപ്പോൾ ഓക്കെയാണ്, നമുക്ക് എത്രയും പെട്ടെന്ന് മിഷൻ റീസ്റ്റാർട്ട് ചെയ്യണം. അത് കേട്ട് ഇപ്പൊ ഫക്കൂൺ പട്ടിക്കുട്ടി പറയും, നെജി നീ മൈഗൈനെ ചെക്ക് ചെയ്ത് ആളിപ്പോ ഹെൽത്ത് വൈസ് ഓക്കെ ആണോ നോക്ക്. അതിന് നെജി ആവട്ടെ അവന്റെ വ്യാഹു കണ്ണുവെച്ച് മുഴുവനായിട്ടും ചെക്ക് ചെയ്ത് ഇപ്പൊ ആള് ഉഷാറാണ്, ധൈര്യമായിട്ട് നമുക്ക് മുൻപോട്ട് പോകാമെന്ന് പറയുമ്പോ മൈഗൈ പറയും, നമ്മൾ ഇത്രയും നേരം വിശ്രമിച്ചതുകൊണ്ട് നമ്മുടെ ഒരുപാട് സമയം പോയി, അതുകൊണ്ട് ഡബിൾ ടൈം സ്പീഡില് ഇനി മുൻപോട്ട് പോകണമെന്ന് പറയുമ്പോ ലീ പറയും, ഡബിൾ ടൈം അല്ല, നമ്മൾ ത്രിബിൾ ടൈം സ്പീഡിൽ മുൻപോട്ട് പോകും. അപ്പൊ മൈഗൈ 3 ടൈം അല്ല, നമുക്ക് 4 ടൈം സ്പീഡിൽ ഓടാം. അത് കേട്ട് ബാക്കിയുള്ളവര് ഇവർ രണ്ടുപേരും ഇങ്ങനെ ഒരു മണ്ടന്മാരാണല്ലോ എന്ന് പറഞ്ഞ് ഇപ്പൊ തലയ്ക്ക് കൈ കൊടുക്കും. കട്ട് ചെയ്താ ഇവിടെ അക്കാസ്കി ടീം ഓൾമോസ്റ്റ് ഗാരയുടെ പവർ അത് അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു. ഇവിടെ കാട്ടില് ഇപ്പൊ മൈഗൈ ആവട്ടെ ഉറങ്ങാതെ ഒരു മരത്തിന്റെ മുകളിലിരുന്ന് എല്ലാവരെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരുപാട് നേരം അങ്ങനെ നോക്കിയിരുന്ന് ഇനിയും ബ്രേക്ക് ടൈം എടുത്താല് സമയം ഒരുപാട് പോവും. അതുകൊണ്ട് ഇപ്പൊ തന്നെ യാത്ര തുടരാമെന്ന് പറഞ്ഞ് കാക്കാഷി താഴേക്ക് ചാടി ഇപ്പൊ അമ്മൂമ്മയോട്, ഒത്തിരി നേരമായി നമ്മൾ റെസ്റ്റ് ചെയ്യുന്നു, നമുക്കിനി യാത്ര തുടരാമെന്ന് പറയുമ്പോ അമ്മൂമ്മ സാക്കുറയെ വിളിക്കും. പക്ഷെ കുട്ടപ്പൻ അവൻ വിളി കേൾക്കുമെങ്കിലും 2 മിനിറ്റ് 2 മിനിറ്റ് എന്ന് പറഞ്ഞ് നമ്മളെപ്പോലെ തന്നെ പുതപ്പിന്റെ അടിയിൽ ഇപ്പൊ ചുരുണ്ടുകൂടി കൂർക്കം വലിച്ചു കിടന്നുറങ്ങും. അത് കാണുമ്പോ കാക്കാഷി അവനോട് പറയും, ഗാറയെ അവനെ ആര് രക്ഷിക്കും? അത് കേൾക്കുമ്പോ നമ്മുടെ കുട്ടപ്പൻ ചാടി എഴുന്നേറ്റ് ഗാറയെ ഞാൻ തന്നെ രക്ഷിക്കുമെന്ന് ഉറപ്പോടുകൂടെ പറയും. അതേസമയം ടെമരി അവള് ബോർഡറിൽ നിന്ന് ഇപ്പൊ ഗാറയെ കുറിച്ച് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിനക്ക് വേണ്ടി യാതൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല, പക്ഷെ തീർച്ചയായിട്ടും ഞങ്ങൾ നിന്നെ തിരിച്ചു പിടിക്കും. ഇവിടെ മൈഗൈ ടീംസും ആവട്ടെ 100-110 ഇപ്പൊ ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് മുൻപിലായിട്ട് വഴികാട്ടിയായി ഫക്കൂൺ പട്ടിക്കുട്ടിയും. കാക്കാഷി നറൂട്ടോ കുട്ടപ്പനും തീരെ മോശമല്ല, അവരും അവരുടെ മുഴുവൻ സ്പീഡും എടുത്ത് മുൻപോട്ട് ഓടിക്കൊണ്ടേയിരിക്കുകയാണ്. കട്ട് ചെയ്താ ഇപ്പൊ അക്കാസ്കി ടീമിലെ മെയിൻ മെമ്പർ പറയും, നമ്മൾ ഏകദേശം ഇപ്പൊ ഗാരയുടെ പവർ അബ്സോർബ് ചെയ്ത് കഴിയാനായിട്ടുണ്ട്. അപ്പൊ കിസമി ചോദിക്കും, നീ ഫൈറ്റ് ചെയ്തവര് അവരെങ്ങനെയുള്ള ആളുകളാന്ന് ചോദിക്കുമ്പോ അതിന് സെറ്റ്സു അവർ നിസ്സാരക്കാരല്ല, അവരുടെ പവർ അത് വളരെ കൂടുതലാണ്. അതിന് ഹെഡ് പറയും, അതിന് കുഴപ്പമില്ല, നമുക്കതിനു മുൻപേ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ കഴിയും. ദേദുര പറയും, ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അവരുടെ കാര്യം അത് ഞാൻ ഏറ്റു. ഇതൊക്കെ കേട്ട് ഇപ്പൊ ഹിറ്റാച്ചി സൈലന്റ് ആയിട്ടിരിക്കുമ്പോ മറ്റൊരുത്തൻ പറയും, അടുത്ത മോൺസ്റ്റേഴ്സിനെ കണ്ടുപിടിക്കാൻ നമ്മൾ ഒരുപാട് ബുദ്ധിമുട്ടും. അങ്ങനെ അവർ ഓരോരുത്തരായിട്ട് ഇപ്പൊ ഓരോരോ അഭിപ്രായം പറയുമ്പോ അത് കേട്ട് ദേഷ്യപ്പെട്ട് അവരുടെ ലീഡർ പറയും, ആദ്യം നിങ്ങൾ കറക്റ്റായിട്ട് ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്, ബാക്കിയൊക്കെ നമുക്ക് പിന്നെ നോക്കാം. അപ്പൊ അതേ സമയത്ത് ആ ഒരു പവർ അബ്സോർബ് ചെയ്യേ അതിന്റെ കണ്ണ് അത് മെല്ലെ മെല്ലെ ഇപ്പൊ തുറന്നു വരാൻ തുടങ്ങും. അതേസമയം സാൻഡ് വില്ലേജില് ഇപ്പൊ ടെമരിയും ബാക്കിയുള്ളവരും എല്ലാവരും ഇപ്പൊ വില്ലേജിനെ കാത്തു പരിപാലിച്ച് നിൽക്കുകയാണ്. ഇവിടെ ബാക്കി മാസ്റ്റർ ഗ്രാമത്തിൽ വലിയൊരു പട്ടാളത്തെ തന്നെ സജ്ജമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ബാക്കി മാസ്റ്റർ പറയും, നമ്മുടെ ഗ്രാമം അതിപ്പോ വലിയ വെല്ലുവിളിയിലാണ്. ലോർഡ് കസിഗക് അദ്ദേഹത്തെ കണ്ടുപിടിക്കുന്നതോടൊപ്പം നമ്മുടെ ഗ്രാമത്തെ അതിനെ കാത്തു സൂക്ഷിക്കാനും നമ്മളെല്ലാവരും ഇപ്പൊ പ്രതിജ്ഞാബദ്ധരാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ ഗ്രാമത്തിനോടൊപ്പം ചേർന്ന് നിൽക്കണമെന്ന് ഇപ്പൊ മാസ്റ്റർ പറയും. ഇവിടെ ബോർഡറില് ഇപ്പൊ മട്സുരി ആവട്ടെ ആകെ സാഡായിട്ട് നിൽക്കുമ്പോ ടെമരി കാര്യം അന്വേഷിക്കും. അതിനവള് പറയും, നമ്മളെല്ലാവരും ചേർന്ന് കസിഗക്കിനെ രക്ഷപ്പെടുത്തേണ്ടതിന് പകരം ഈ ഒരു ബോർഡറിൽ ഇപ്പൊ ഗ്രാമത്തെ സംരക്ഷിച്ച് അങ്ങനെ നിൽക്കുകയാണ്. അതിന് ടെമരി പറയും, അതൊക്കെ എനിക്കറിയാം, പക്ഷെ ഇപ്പോ ഗ്രാമത്തിന് വേണ്ടി മാസ്റ്റർ പറയുന്ന കാര്യങ്ങള് അതങ്ങനെ തന്നെ നമ്മൾ അനുസരിക്കണമെന്ന് പറയുമ്പോ അതിനവൾ ദേഷ്യപ്പെട്ട് പറയും, നമ്മുടെ രാജാവാണ് കസിഗക്ക്, അതുകൊണ്ട് ആദ്യം തന്നെ അദ്ദേഹത്തെ അല്ലേ കണ്ടുപിടിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോ ടെമരി പറയും, ഗാറ എന്റെ സഹോദരനാണ്, അതുകൊണ്ട് തന്നെ അവനെ കണ്ടുപിടിക്കുക എന്നത് നിന്നെക്കാൾ കൂടുതൽ എന്റെ ആവശ്യമാണ്. കട്ട് ചെയ്താ ഇവിടെ നെജിയും ടീംസും ഇപ്പൊ വളരെ സ്പീഡില് മുൻപോട്ട് പോയിക്കൊണ്ടേയിരിക്കുകയാണ്. നെജി പറയും, എനിക്കിതൊന്നും തീരെ ഇഷ്ടാവുന്നില്ല, കാരണം എന്നെ കൊണ്ട് പഴയതുപോലെ ശത്രുക്കളെ ഒന്നും തന്നെ ഇപ്പൊ കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. മാത്രമല്ല ആ ഒരു വില്ലന്മാര് അവര് മറ്റ് 2 പേരെ വെച്ചാണ് നമ്മളുമായിട്ട് ഫൈറ്റ് ചെയ്ത് നമ്മുടെ ഒരുപാട് സമയം കളഞ്ഞത്. ഇവിടെ കുട്ടപ്പനാവട്ടെ ചെറുപ്പം മുതല് ഗാരയുടെ ലൈഫിൽ സംഭവിച്ച ഓരോ കാര്യങ്ങളും
ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ചെറുപ്പത്തിൽ കുട്ടപ്പന് ഇറൂക്ക, കാക്കാഷി എന്നിങ്ങനെ ഒരുപാട് പേരെ അവന്റെ ലൈഫിൽ കിട്ടി. പക്ഷെ ഗാറയ്ക്ക് ചെറുപ്പം മുതൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. അവൻ ഒറ്റപ്പെട്ട ജീവിതമായിരുന്നു അന്നു മുതൽ ഇന്ന് വരെ നയിച്ചത്. അങ്ങനെ പതിയെ പതിയെ അതെല്ലാം ആലോചിച്ച് കുട്ടപ്പൻ ഒരുപാട് ദേഷ്യം കയറി അവന്റെ മോൺസ്റ്ററിന്റെ പവർ അത് പുറത്തേക്ക് വരാൻ തുടങ്ങും. ഗ്രാൻഡ്മയ്ക്കാണെങ്കിൽ അതുകൊണ്ടൊന്നും മനസ്സിലാവില്ല. അവര് ബാക്കിയുള്ളവരോട് ചോദിക്കും, ഇവൻ എന്തിനാണ് മറ്റുള്ളവരെ രക്ഷിക്കാൻ ഇത്രയും കഷ്ടപ്പെടുന്നത്? ഗാറ ഇവനും തമ്മിൽ എന്താ ബന്ധം എന്നൊക്കെ അവർ ചോദിക്കാൻ തുടങ്ങും. അതിന് കാക്കാഷി പറയും, ഗാറയെ പോലെ തന്നെ കുട്ടപ്പന്റെ ഉള്ളിലും ഒരു മോൺസ്റ്റർ ഉണ്ട്. കുട്ടപ്പന്റെ ബോഡിയിലും നയൻ ടൈൽ ഫോക്സിനെ സീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് കേൾക്കുമ്പോ ഇപ്പൊ ഗ്രാൻഡ്മ ഷോക്കാവും. കാക്കാഷി പറയും, ഗാറയും കുട്ടപ്പനുമായിട്ട് യാതൊരു ബന്ധവുമില്ല. പക്ഷെ അവരുടെ രണ്ടുപേരുടെയും ബോഡിയിൽ ഓരോ മോൺസ്റ്റേഴ്സ് ഉണ്ട്. അവര് രണ്ടുപേരും ചെറുപ്പം മുതലേ ഒരുപാട് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടിയാണ് വളർന്നു വന്നത്. അവരുടെ ബോഡിയിൽ മോൺസ്റ്റേഴ്സ് ഉള്ളത് കൊണ്ട് തന്നെ ഗ്രാമങ്ങളെല്ലാവരും അവരെ അകറ്റി നിർത്തിയിരുന്നു. ഗ്രാമങ്ങളിലുള്ളവരെല്ലാവരും അവരെ രണ്ടുപേരെയും ഒറ്റപ്പെടുത്തി അകറ്റി നിർത്തിയിരുന്നു. ആ വേദനകളെല്ലാം തന്നെ കുട്ടപ്പൻ അറിയാം. അവനിപ്പോ സാൻഡ് വില്ലേജും ലീഫ് വില്ലേജും ഒന്നും അല്ല നോക്കുന്നത്. ഗാറയ്ക്ക് ചെറുപ്പത്തിലുണ്ടായ വിഷമങ്ങൾ മാത്രമാണ് അവന്റെ മനസ്സിൽ. ഗാറയെ സ്വന്തം സഹോദരനായിട്ടാണ് കുട്ടപ്പൻ കരുതുന്നത്. നറൂട്ടോ കുട്ടപ്പന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരു ഹൊക്കാഗെയായി മാറണമെന്ന്. ഗാറ അവരുടെ ഗ്രാമത്തില് ഒരു കസികക്കായി മാറിയപ്പോ ഏറ്റവും കൂടുതൽ സന്തോഷിച്ചത് അത് മറ്റാരുമല്ല, സാക്ഷാൽ നറൂട്ടോ ആണ്. നറൂട്ടോ കുട്ടപ്പൻ ആരെ കണ്ടാലും അവരോട് സംസാരിച്ച് വളരെ പെട്ടെന്ന് തന്നെ അവരുമായിട്ട് തിക് ഫ്രണ്ട്സ് ആവും. അത് കേൾക്കുമ്പോ ഇപ്പൊ ഗ്രാൻഡ്മ പറയും, ഞാൻ ഇതുപോലൊരാളെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇത്രയും കാലവും ഞാൻ ജീവിച്ചിരുന്നിട്ടും ഞാൻ പ്രൊട്ടക്ട് ചെയ്തത് എന്റെ സാൻഡ് വില്ലേജിനെ മാത്രമാണ്. മറ്റൊരു ഗ്രാമത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല. എന്റെ ഗ്രാമത്തെ സപ്പോർട്ട് ചെയ്യാൻ മാത്രമേ ഇന്നുവരെ ഞാൻ ശ്രമിച്ചിട്ടുള്ളൂ. മാത്രമല്ല, ഗാരയുടെ മേലെ ആ ഒരു മോൺസ്റ്ററിനെ അടച്ചു വെച്ചത് അത് മറ്റാരുമല്ല, ഞാൻ തന്നെയാണ്. അവന്റെ അച്ഛൻ ഫോർത്ത് ഹൊക്കാഗയുടെ സമ്മതത്തോടു കൂടിയാണ് വലിയൊരു മിലിറ്ററി ഉണ്ടാക്കാൻ ഞാൻ അവന്റെ ബോഡിയിൽ അതിന് സീൽ ചെയ്തത്. അതും ഞങ്ങളുടെ ഗ്രാമത്തിനു വേണ്ടി മാത്രമായിരുന്നു എന്ന് ഇപ്പൊ ആ ഗ്രാൻഡ്മ പറയും. ഈ കാലഘട്ടത്തിലെ കുട്ടികള് അവരെന്നെ അമ്പരിപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അവരുടെ മുൻപിൽ ഞാൻ വളരെ ചെറുതാണെന്ന് പറയുമ്പോൾ അതിന് കാക്കാഷി പറയും, നിങ്ങളെ കണ്ട അത്ര പ്രായം തോന്നില്ല. നിങ്ങൾക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഗ്രാമത്തിനു വേണ്ടി ചെയ്യാൻ കഴിയും. അതിന് അമ്മൂമ്മ 90 വയസ്സായ പോരാളിയൊന്ന് പറഞ്ഞ് ഇപ്പൊ ചിരിക്കും. കട്ട് ചെയ്താ ഇപ്പൊ ഗാറെ കാണിക്കാണ് അവന്റെ പവർ. അത് മുഴുവനായിട്ടും അവർ ഓൾമോസ്റ്റ് അബ്സോർബ് ചെയ്തു. ഗാറ കണ്ണു തുറന്ന് നോക്കുമ്പോ അവനിപ്പോ വേറെ ഏതോ ഒരു ലോകത്താണ്. എനിക്ക് എന്താ സംഭവിച്ചേ എന്നും പറഞ്ഞ് അവൻ മുൻപോട്ട് നോക്കുമ്പോ അവൻ അവന്റെ തന്നെ കുട്ടിക്കാലം കാണും. ഇപ്പൊ വീണ്ടും പ്രസന്റില് ആ ഒരു അക്കാസ്കി മെമ്പേഴ്സ് ആവട്ടെ ഗാറയുടെ പവർ അത് മുഴുവനായിട്ടും അബ്സോർബ് ചെയ്ത് അവിടെ ഉണ്ടായിരുന്ന 3 കണ്ണുകളും അത് ഓപ്പൺ ആവും. ഗാറ ആവട്ടെ ഒരനക്കവും ഇല്ലാതെ ഇപ്പൊ മരിച്ചതുപോലെ കിടക്കുകയാണ്. ദേദുറി ആവട്ടെ കൈയൊക്കെ കുടഞ്ഞ് 3 ദിവസമായി ഇതിനുവേണ്ടി കഷ്ടപ്പെടുന്നു. ഇനി എനിക്ക് കുറച്ചു നേരം റെസ്റ്റ് ചെയ്യണമെന്ന് പറയുമ്പോൾ ബാക്കിയുള്ളവരും അവരുടെ കൈയും കാലും കുടഞ്ഞ് അങ്ങനെ തന്നെ ഇപ്പൊ പരസ്പരം പറയാൻ തുടങ്ങും. കട്ട് ചെയ്താ ഇവിടെ കങ്കൂരാവട്ടെ ഇപ്പൊ ഹായ് ആയിട്ട് റൂമിൽ ഇരിക്കുകയാണ്. അപ്പ അവന്റെ റൂമിലുണ്ടായിരുന്ന ഗാറയുടെ എല്ലാ ഫോട്ടോസും ഇപ്പൊ താഴെ വീണ് ഉടയാൻ തുടങ്ങും. അവന് മനസ്സിലാവും ഗാറയ്ക്ക് എന്തോ വലിയ അപകടം സംഭവിച്ചിട്ടുണ്ട്. ഇവിടെ മൈഗൈൻ ടീംസും ആവട്ടെ ഒരു വിധത്തില് ആ ഒരു ഗേറ്റിന്റെ മുൻപിലെത്തും. ഫക്കൂൺ പട്ടിക്കുട്ടി ഗാറ എവിടെയാണ് കിടക്കുന്നതെന്ന് ഇപ്പൊ ചൂണ്ടിക്കാണിച്ചു കൊടുക്കും. ലീയും നെജിയും ബാക്കിയുള്ള എല്ലാവരും നമ്മുടെ പ്ലാൻ, ആ ഒരു മാസ്റ്റർ പ്ലാൻ അതെന്താണെന്ന് ഇപ്പൊ മൈഗയോട് ചോദിക്കാൻ തുടങ്ങും. അത് കേട്ട് മൈഗൈ ചിരിക്കും. കാരണം അവന്റെ തൊട്ടടുത്ത് ഇപ്പൊ കാക്കാഷിയും ടീമും എത്തി. നീ ഓൾറെഡി ലേറ്റ് ആണ് കാക്കാഷി എന്ന് പറയുമ്പോ കാക്കാഷി ആവട്ടെ ഇപ്പൊ ചിരിച്ചുകൊണ്ട് മൈഗയുടെ അടുത്തേക്ക് വരും. അങ്ങനെ അവരെല്ലാവരും ചേർന്ന് നിന്നുകൊണ്ട് ആ ഒരു കോട്ടയുടെ മുൻപിലേക്ക് നോക്കി നിൽക്കുമ്പോ നമ്മുടെ കുട്ടപ്പനാവട്ടെ തീർച്ചയായിട്ടും ഈ ഒരു കോട്ട തകർത്ത് നിന്നെ ഞാൻ രക്ഷിക്കും ഗാറ എന്ന് പറയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.